നീ തെളിവുകളെല്ലാം മറച്ചുവെച്ച് മഹിമയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം ഞാൻ മാഡത്തിനെ അറിയിച്ചു. നിനക്ക് ജോലിയോട് കൂറുണ്ടെന്ന് അഭിനയിക്കാൻ മാത്രമല്ലേ കഴിയൂ. എനിക്ക് ശരിക്കും കൂറുണ്ട്. മാഡം, എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കണം. തീർച്ചയായും. ഇത്രയും വലിയൊരു തെറ്റ് കാണിച്ചതിന് തനിക്ക് എന്ത് വിശദീകരണമാണ് പറയാനുള്ളതെന്ന് എനിക്കൊന്ന് കേൾക്കണം. മാഡം, ഞാൻ മുഴുവൻ തെളിവുകളും കൊണ്ട് മാഡത്തിനെ കാണാൻ വരുമായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് അനിത മാഡം എല്ലാം പറഞ്ഞു എന്ന് മാത്രം. പച്ച കള്ളമാണ് മാഡം. ഇവൾക്കേ മഹിമയ്ക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സംശയം ഉണ്ടെങ്കിൽ ഫോറൻസിക് ലാബിലെ പ്രകാശൻ സാറിനെ വിളിച്ചു ചോദിച്ചാൽ മതി. അദ്ദേഹം പലതവണ ഇവളോട് എല്ലാ തെളിവുകളും മാഡത്തിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടും ഇവള് കൂട്ടാക്കിയില്ല. ഇങ്ങനെ കുന്ത വിഴുകിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. മഹിമയാണോ പീതാംബരന്റെ കൊലപാതകം നടത്തിയത് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സംശയം എല്ലാവരോടും പങ്കുവെക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനാ ഇത്രയും സമയം ഞാൻ എടുത്ത്. നോ, താൻ ഇത്രയും സമയം എടുക്കാനുള്ള കാരണം മഹിമയ്ക്കെതിരെയുള്ള തെളിവ് ശേഖരിക്കാനല്ല. മഹിമ അല്ല ഈ കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കാനുള്ള പരക്കം പാച്ചിലായിരുന്നു താൻ.